ശരി, പിരിച്ചുവിട്ടത് ആരെയാണ്? മാങ്ങ മോഷ്ടിച്ച ഒരു പോലീസുകാരനെ പിരിച്ചുവിട്ട കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വാരാപ്പുഴയിൽ തല്ലിക്കൊന്ന പോലീസുകാരെയൊക്കെ തിരിച്ചെടുക്കുകയാണ് സർക്കാർ ചെയ്തത്. അപ്പോൾ ഈ പിരിച്ചുവിടുന്നവർ ആരാണ്, പിരിച്ചുവിടപ്പെട്ട പോലീസുകാർ ആരാണെന്നൊരു അന്വേഷണം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. അല്ല, അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഇൻസിഡൻസ് നമുക്ക് എടുക്കാം, പക്ഷേ ലോ എൻഫോഴ്സിങ് പ്രോസസ്സിന്റെ ഭാഗം എല്ലാ ഇൻസിഡന്റിനും ഒരു ആന്റിസിഡന്റ് ഉണ്ടാവുമല്ലോ. കുന്നംകുളത്തെ ഇൻസിഡൻറ്റും ഉണ്ട് ഒരു ആൻറ്റിസിഡൻറ്റ്. അത് നമ്മളിപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യം, അതിലേക്ക് പോവേണ്ട കാര്യവുമില്ല. എങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത്, പോലീസുകാർ എന്തുകൊണ്ട് അങ്ങനെ വളരെ റോങ്ഫുള്ളായിട്ട് വൈകാരികമായിട്ട് പെരുമാറി എന്നുള്ളത്. അതിന് മുന്നേ ആ അറസ്റ്റ് നടന്ന സ്ഥലത്ത് അമ്പലത്തിൽ നടന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, അങ്ങനെ ഒരു ഇമോഷണൽ ആൻറ്റിസിഡൻറ്റ് ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. എന്ന് പറഞ്ഞാൽ പോലീസുകാർ ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. യൂണിഫോം ഇട്ട ആളുകൾ, ലോ എൻഫോഴ്സിംഗ് ഓഫീസേഴ്സ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പം നമ്മൾ വിഷ്വലിൽ കാണുന്ന ഒരു ഇൻസിഡൻറ്റ് മാത്രം എടുത്തിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയും ആ അർത്ഥത്തിൽ പിരിച്ചുവിടാൻ പറ്റില്ല. അതിൻ്റെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഉണ്ടാകുന്ന സംഗതി എന്താണ്, സെൻകുമാറിനെ പണ്ട് മാറ്റിയതുപോലെ ഇവർ എന്താ പറയുക, ഇതേ പോലീസുകാർ ഹൈക്കോടതിയിൽ പോയിട്ട് അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യേണ്ടി വരും. അത് വളരെ കൗണ്ടർ ആയിട്ടുള്ള ഒരു ഇഫക്റ്റാണ് ഉണ്ടാക്കുക. അപ്പോൾ ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ എംപ്ലോയീസിന്റെ, ബ്യൂറോക്രാറ്റ്സിന്റെ ലാത്തി ചാർജ് അല്ല, ലോക്കപ്പ് മർദ്ദനം നടന്ന പോലീസുകാരെയൊക്കെ ഉടനെ തന്നെ അങ്ങ് പിരിച്ചുവിട്ടളയാം എന്നൊരു നടപടിക്രമങ്ങൾക്ക് ബാഹ്യമായ ഒരു നിർദ്ദേശത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് അത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ പോലീസ് കംപ്ലയൻസ് അതോറിറ്റികൾ ഉള്ളത്. ആ അതോറിറ്റികൾ പ്രവർത്തിക്കുന്നില്ല. ആ അതോറിറ്റികൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ മാത്രം വീഴ്ചയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ADGP എസ് ശ്രീജിത്തിന് ഒരു കത്തുണ്ട്. ഈ പീച്ചിയിലെ സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചാണ് പോലീസ് മേധാവിക്കുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ വിവരാവകാശ നിയമപ്രകാരം പരാതിക്കാർ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്, അതുകൊണ്ട് ജാഗ്രത വേണം. അതിനർത്ഥം CCTV കാണാതെ നിങ്ങൾ അടിക്കണം എന്നാണ്. മുഖ്യമന്ത്രി ഒരു വശത്ത് പോലീസിന്റെ മനോവീര്യം തകർക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയും ലോക്കപ്പ് മർദ്ദനത്തിൽ ഏർപ്പെടുന്നവർ നടപടി നേരിടേണ്ടി വരും എന്ന് പറയുകയും ചെയ്യുന്നു. രണ്ട് വർത്തമാനമാണത്.